ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രത്തിലെത്തിയിരിക്കുന്ന സച്ചിയും അർച്ചനയുമാണ്. സച്ചിയേട്ടൻ്റെ കുഞ്ഞെന്നുള്ള ആഗ്രഹം എത്രയും പെട്ടെന്ന് സഫലീകരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണേ എന്ന് അർച്ചന പ്രാർത്ഥിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ശിവരാമനെയും അവന്തികയുമാണ്. ഞാൻ പറയുന്ന പണം നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാനിനി നേരെ നെല്ലിശ്ശേരിയിലേക്കാകും വരുന്നതെന്ന് ശിവരാമൻ പറയുമ്പോൾ താൻ എന്തെങ്കിലും ചെയ്യാൻ അവന്തികയും പറയുന്നു. അതേസമയം ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്ന അർച്ചനയും സച്ചിയും ശിവരാമനെയും അവന്തികയും കാണുകയാണ്. അർച്ചന സച്ചിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ സച്ചി പറയുകയാണ്, അവർ തമ്മിൽ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നത് പോലെയാ എനിക്കിപ്പോൾ കണ്ടിട്ട് തോന്നുന്നത്. സച്ചിയേട്ടാ, ഇനി ഒരു പക്ഷേ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചർച്ചയാണെങ്കിലോ? നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചിയും അർച്ചനയും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവന്തികയും ശിവരാമനെയുമാണ്. മേലിൽ ഇമാതിരി ഭീഷണിയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് അവന്തിക പറയുമ്പോൾ ശിവരാമൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞിനെ കാണാൻ ഇതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. എൻ്റെ ഈ ആവശ്യം നിഷേധിച്ചാലേ ഞാൻ എന്താണെങ്കിലും നെല്ലിശ്ശേരിയിലേക്ക് വന്നിരിക്കും. അങ്ങനെ നീ വന്നാലേ നീ പിന്നെ പോലീസ് കസ്റ്റഡിയിലായിരിക്കും നിന്റെ ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നതിനെന്ന് അവന്തികയും പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾക്ക് ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു. അവന്തിക പോയതിനു ശേഷം ശിവരാമൻ മനസ്സിൽ പറയുകയാണ്, അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് കടന്നു കളയാമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. നെല്ലിശ്ശേരിയിലേക്ക് ഞാൻ എന്താണെങ്കിലും വരുന്നുണ്ട്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശിവരാമൻ നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. സേതുമാധവന്റെ കാൽക്കൽ ചെന്ന് വീണ് ശിവരാമൻ പറയുകയാണ്, സാറ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറയാനുള്ളത് സാറ് കേൾക്കണമെന്ന് പറഞ്ഞ് ശിവരാമൻ കരയാൻ ആരംഭിക്കുമ്പോഴേക്കും സേതു പറയുകയാണ്, ആദ്യം താൻ എഴുന്നേൽക്ക്, എന്നിട്ട് കാര്യം പറ. അതേസമയം അർച്ചനയും സച്ചിയും സേതുമാധവന്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛാ, ഇയാൾ പറയുന്നത് അച്ഛൻ ഒരിക്കലും വിശ്വസിക്കാൻ നിൽക്കരുത്. സ്വന്തം കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച ആളാണ് ഇയാള്. എടോ, നിയമപരമായിട്ട് തൻ്റെ കുഞ്ഞിൻ്റെ അവകാശികൾ ഇപ്പോൾ ഞങ്ങൾ തന്നെയാ. അതുകൊണ്ട് താൻ വേഗം സ്ഥലം വിടാൻ നോക്കാനും സച്ചി ദേഷ്യത്തോടെ ശിവരാമനോട് പറയുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാനിപ്പോൾ ഒരു അവകാശവും പറയാൻ വേണ്ടിയല്ല വന്നത്. ആ കുഞ്ഞിനെ നിങ്ങൾ തന്നെ വളർത്തിക്കോളൂ. പക്ഷേ ഞാൻ പറയാനുള്ളത് കേൾക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം. തനിക്ക് എന്താ പറയാനുള്ളതെന്ന് സേതു ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുകയാണ്, എൻ്റെ ഭാര്യയുടെ മരണം അതെന്നെ മാനസികമായി തളർത്തി. അങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് നാട് വിട്ടത്. അതിന് താൻ കുഞ്ഞിനെ ഉപേക്ഷിച്ചതല്ലോ, കാട്ടിൽ കൊണ്ടുപോയി കളഞ്ഞതല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുകയാണ്, ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള മാനസിക നില പോലും എനിക്കുണ്ടായിരുന്നില്ല. ഇയാൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് നിങ്ങളുടെ കൂടെ വളരുന്നത് ഞാൻ ദൂരത്ത് നിന്നെങ്കിലും കണ്ടോളാം. എന്നെ അതിനൊന്ന് അനുവദിച്ചാൽ മാത്രം മതി. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ ശിവരാമൻ പറയുന്നതെന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ പഴയ ജോലി എനിക്ക് തന്നാൽ മതിയെന്ന് ശിവരാമൻ പറയുന്നു. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇയാൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. ആതിരയുടെ കയ്യിലുള്ള ഇയാളുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാ ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്, കൂടാതെ നടന്നതെല്ലാം ഇയാൾ ഇവിടെ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ എൻ്റെ ജീവിതം അതോടെ തീർന്നെന്നും അവന്തിക മനസ്സിൽ പറയുന്നു. തുടർന്ന് ശിവരാമൻ കള്ളം പറയുന്നതാണെന്നും അയാളെ വിശ്വസിക്കരുതെന്നും അവന്തിക പറയുമ്പോൾ സാറും കൂടി എന്നെ ഉപേക്ഷിക്കരുതെന്നും ഇവിടുന്ന് പോയാൽ ഞാൻ നേരെ ആത്മഹത്യ ചെയ്യുക മാത്രമേ ഉള്ളെന്നും ശിവരാമൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. ശിവരാമ, താൻ പോയിട്ട് പിന്നെ വാ, എനിക്കൊന്ന് ആലോചിക്കണമെന്ന് സേതു പറയുമ്പോൾ സാറ് എന്നെ ഉപേക്ഷിക്കരുതെന്നും ഞാനിവിടുത്തെ ഒരു ജോലിക്കാരനായി കഴിഞ്ഞോളാമെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ശിവരാമൻ. തുടർന്ന് സേതുമാധവൻ ശിവരാമനെ ജോലിയിൽ തുടരാനായി സമ്മതിക്കുകയാണ്. കിടത്തമൊക്കെ തൻ്റെ വീട്ടിൽ മതിയെന്നും രാവിലെ മാത്രം ജോലിക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞ് സേതു അയാളെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് സേതു അർച്ചനയോടും സച്ചിയോടും പറയുകയാണ്, എന്താണെങ്കിലും കുറച്ച് ദിവസം അയാൾ ഇവിടെ ജോലിക്ക് നിൽക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അങ്ങനെ സേതു പോയി കഴിയുമ്പോൾ അവന്തിക പറയുകയാണ്, അച്ഛൻ അയാളുടെ കരച്ചിലിൽ വീണു. പക്ഷെ സൂക്ഷിക്കേണ്ടതേ നീ മാത്രമാ. എനിക്ക് ഉറപ്പുണ്ട് അയാൾ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി തന്നെയാണ്. എന്താണെങ്കിലും നീ ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവന്തിക അവിടുന്ന് പോകുമ്പോൾ ടെൻഷനോടെ സച്ചിയെ നോക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് വരുന്ന അർച്ചനയാണ്. സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടാ, ശിവരാമേട്ടനെ ഇവിടെ നിർത്തണ്ട, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. സച്ചിയേട്ടാ, അയാളുടെ ലക്ഷ്യം വേറെ എന്തോയാണെന്നും അയാൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്നാ എനിക്ക് തോന്നുന്നതെന്നും അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, എന്താണെങ്കിലും അയാൾക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിയമപരമായി ഇപ്പോൾ നമ്മളാണല്ലോ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും. ഇത് കേട്ടിട്ടും സമാധാനമാകാതെ ടെൻഷനോടെ നിൽക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.